ഹായ് ഓളപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തലവനല്ലേ? ബിജുമേനോനും അതുപോലെ ആസിഫ് അലിയും അഭിനയിക്കുന്ന. അപ്പൊ അതിന്റെ ട്രെയിലർ നോക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസം ഇരുന്ന കുഞ്ഞ് അവൻ ട്രിപ്പ് പോയേക്കുക. അവന്റെ അളിയൻ വന്നിട്ട് പുതിയ വണ്ടിയൊക്കെ എടുത്ത് തൊമ്മങ്കുത്തല്ലേ, തൊമ്മങ്കുത്ത് പോയേക്കാം. കോട്ടയത്ത് ഒരു സ്ഥലമാണ്, നല്ല ഒരു വെള്ളച്ചാട്ടൊക്കെ അവിടെ ഉണ്ട്. അവിടെ തൊമ്മങ്കുത്ത് പോയേക്കാം പുള്ളി. അതുകൊണ്ട് വീഡിയോയിലില്ല. ഇപ്പൊ നമുക്ക് സോനും പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഗസ്റ്റ് നമ്മുടെ സോനു ജോയ് പുതിയൊരാള്. അതെ, നമ്മുടെ വീഡിയോ എടുത്ത ആകാശം നമ്മുടെ ജീവയുടെ കൂടിയാണ്. അപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ട് 2 ദിവസമായി. അപ്പൊ നമ്മൾ ഇതുവരെ റിയാക്ട് ചെയ്തില്ല. നമുക്ക് അതിന്റെ റിയാക്ട് ചെയ്തിട്ട് ജിസ്റ്റോയാ ഡയറക്ടർ. അപ്പം അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് അതിനെ പറ്റി പറയാം. ഓക്കെ, കാണാം. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്റർ ആവത്തന്നെ വന്നു. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, അയ്യപ്പനും കോശിക്കാത്ത ലുക്കാല്ലേ? എത്ര നാളായി സർവീസിൽ? സാർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സാർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണോ? കൊലപാതക ശ്രമമാട്ടോ സാറേ. അങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. ചോദിച്ചു എനിക്ക് പറയേണ്ടി വരും. സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത കുറച്ചും കൂടെ മര്യാദ സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സ്റ്റെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാ. അതിന് ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ ഈ വിളിപ്പെടാൻ തുടങ്ങി. ഒന്ന് വണ്ടി കയറണം. ഞാനാണ് ഈ സ്റ്റേഷനിലെ SHO. ഇപ്പൊ ഇവിടുത്തെ SHO ഞാൻ. ഞങ്ങളെ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. നമുക്കൊരു ടെസ്റ്റ് ആയിട്ടായിരിക്കും അവസാനം ഒരുമിക്കാണ്. അപ്പൊ നമ്മളിപ്പോ ട്രെയിലർ റിയാക്ട് ചെയ്തു. ട്രെയിലറിന്റെ നല്ലൊരു ട്രെയിലറാണ്. നല്ല എഡിറ്റിംഗ്, നല്ല നമ്മുടെ ആക്ഷൻ ബാക്ക് പടമാണ്. ആക്ഷൻ ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു ഈഗോ ക്ലാഷ് ആണെന്ന് തോന്നുന്നല്ലേ? ബിജുമേനോ ഒരു സീനിയർ ഓഫീസർ ആയിരിക്കും. അന്നേരം ആസിഫ് അലി വരുന്നു ഒരു ജൂനിയർ ഓഫീസറായിട്ട്. സീനിയോറിറ്റി കാണിക്കുന്നത്. അതായത് ഒരുമിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് കേസിന്റെ ഇടയ്ക്ക് വരുന്ന ഈഗോ ക്ലാഷ് ഒക്കെ ആയിരിക്കും അല്ലെ? അതെ, ഒരുമിക്കും. അതൊരു നല്ല കാര്യം നമുക്ക് പറയാനുള്ളത്. അതെ. അപ്പം ജോയി എന്ന് പറയുമ്പോൾ നേരത്തെ ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ആയിരുന്നു ചെയ്തത്. ഇപ്പം നേരത്തെ ഒരു ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ പടമുണ്ട്. അതൊരു ത്രില്ലറാ. അപ്പൊ ഇത് അതിനു മുമ്പ് ഇറക്കിയതാണ് മറ്റേ വിജയ് സൂപ്പർ പൗർണമി, മറ്റേ സൺഡേ ഹോളിഡേ ഒക്കെ ഇല്ല, അതൊക്കെ ഫീൽ ഗുഡാ. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. അതിപ്പോ വേറൊരു ജോണർ. അപ്പൊ അത് നമുക്ക് നോക്കാം. ഒരു അയ്യപ്പനും കോശിയുടെ ഫീൽ ഒക്കെ വരുന്നുണ്ട്. രഞ്ജിത്തും ഉണ്ടല്ലോ. രഞ്ജിത്തിന്റെ ഇടയ്ക്ക് സൗണ്ട് ഉണ്ട്. രഞ്ജിത്തിനെ കാണിക്കുന്നു. ശരിയാ. അതെ. പിന്നെ മ്യൂസിക് ദീപക് ദേവ്. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ആസിഫ് അലിയുടെ ഒരു അല്ലേ? ആസിഫ് അലിയുടെ മുമ്പത്തെ പടങ്ങളാണെങ്കിലും ആകെ കൂമൻ മാത്രമേ ഉള്ളൂ. റീസെന്റ് ആയിട്ട് അതിന് മുന്നേ ഒക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അതെ. ഇപ്പൊ എന്തായാലും മലയാള സിനിമ വരുവാണല്ലോ. അപ്പൊ ആസിഫ് അലി ഒന്ന് തിരിച്ചു വരുമായിരിക്കും. അതെ. അപ്പോ എന്താ പറയാനുള്ളത്?
നല്ലൊരു സിനിമയായിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അതെ, എന്നാലും നമുക്ക് എന്നാ തിയേറ്ററിൽ പോയി കാണാല്ലേ? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ അതെ, ഞങ്ങള് ഇപ്പൊ ടെർബോയുടെ കറക്റ്റ് ദിവസമാണ്, ആണോ? കറക്റ്റ് ദിവസമാണ് റിലീസ്. അപ്പൊ അതെ, നമ്മളെന്തായാലും ടെർബോ കാണാൻ പോകുന്നുണ്ട്. രണ്ടും നമ്മൾ കാണും. രണ്ടും നമ്മൾ കാണണം. നമ്മൾ രണ്ടും അതെ അതെ, രണ്ടും കണ്ട് നമ്മള് ചാനലിൽ റിവ്യൂ ഇടും. എന്തായാലും നമ്മൾ റിവ്യൂ ഇടും അല്ലെ? അപ്പൊ ടെർബോയുടെ ഒപ്പം തന്നെ ഇതും ക്ലാഷ് വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെല്ലാം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് എന്തായാലും കണ്ടിട്ട് ഞങ്ങൾ അത് റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ബോയ്സ്, ശരി. ബൈ. അപ്പൊ എല്ലാവരും ടാറ്റ പറയാം. ശരി, ഓക്കെ, ബൈ ബൈ.